ഹലോ വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്ന് എൻ്റെ ഒരു ക്ലീനിങ് ഡേ ആണ് കേട്ടോ. ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ ഒരു ദിവസമൊന്നും വെക്കാറില്ല, പക്ഷേ കാണുമ്പോൾ പൊടി അഴുക്കെ കാണുമ്പോൾ തുടച്ച് വൃത്തിയാക്കാണ് ചെയ്യുന്നത്. ഫ്രിഡ്ജിൻ്റെ മേളിലൊക്കെ തുടയ്ക്കുകയാണ്. ഇതിടയ്ക്ക് ഞാൻ തുടച്ച് വെച്ചാണ് പെട്ടെന്ന് പൊടിയാവും. നിങ്ങളുടെ വീട്ടിൽ കാണാം എങ്കിലൊന്ന് പറയണേ. ഭയങ്കര പൊടി കേട്ടോ, എത്ര തുടച്ചാലും പൊടി മാറുന്നില്ല. ഇത് നമ്മുടെ വീടെന്ന് വെച്ചാൽ റോഡ് സൈഡിലും അല്ല, എന്നിട്ട് തന്നെ ഇത്രയും പൊടി. എനിക്കറിയില്ല കേട്ടോ ഇത്രയും പൊടി എവിടെ നിന്ന് വന്നതെന്ന്. അങ്ങനെ ഞാൻ ഫ്രിഡ്ജൊക്കെ തുടച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ മനസ്സിൽ കൂടി പോയത് തുടച്ച് കൊച്ചിനെ കൊല്ലും, തുടച്ച് കുട്ടിയെ ഇല്ലാണ്ടാക്കുമെന്ന് പറയില്ലേ, അങ്ങനെ ഒരു സംഭവം. അങ്ങനെ ഫ്രിഡ്ജൊക്കെ ഞാൻ ഒരുവിധം തുടച്ചു. മോനു TV കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിലുള്ള ഓരോ കാര്യങ്ങളും കണ്ട് വിളിക്കുകയാണ്, കിടന്ന് കയറി വിളിക്കുകയാണ്. അങ്ങനെ അവൻ കുറച്ച് നേരം അങ്ങനെ ഇരുന്നോളൂ. അപ്പം ഞാൻ വിചാരിച്ചൊന്ന് തുടയ്ക്കാം. പിന്നെ എനിക്ക് ബെഡ്റൂം നന്ന് ക്ലീൻ ചെയ്യണം, നല്ല പൊടിയായിട്ടുണ്ട്. പിന്നെ കുറേ നേരമായിട്ട് ഒരു 3 മുട്ട എടുത്ത് ഞാൻ പുഴുങ്ങാൻ വേണ്ടി വെച്ച്, എന്നിട്ട് മറന്നുപോയി. അപ്പം എന്തായാലും അത് കയ്യോടെ എങ്ങും എടുത്ത് വെക്കാമെന്ന് ചോദിച്ചു. കുറച്ച് നേരം ആയില്ലേ, ചൂടും കൂടി ആയതുകൊണ്ട് പിന്നെ അത് വെച്ചു. കുറച്ച് ഉപ്പും കൂടി ഇട്ടു പൊട്ടാതിരിക്കാൻ വേണ്ടി. പിന്നെ റൂമിലോട്ട് വന്ന് ഇവിടെ നിറച്ച് പൊടി. എൻ്റെ പൊന്നു ഗയ്സ്, ഞാൻ എത്ര ഇടയ്ക്കിടയ്ക്ക് തുടച്ചിടുന്നതാണ്. നിങ്ങളുടെ അവിടെയൊക്കെ എങ്ങനെ ഒരു ചൂട്? ഇന്നലെ നമ്മുടെ ഇവിടെ ഒരു മഴ പെയ്തു, നല്ല രസമായിരുന്നു. ആ കാലാവസ്ഥ കാണാൻ വേണ്ടി, ക്ലൈമറ്റ് കാണാൻ വേണ്ടിയിട്ട് ആ മഴ വരുന്നതിന് മുന്നേയുള്ള ആ സമയവും പിന്നെ പെയ്തപ്പോൾ ഒരു നല്ല രസമായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര കുറച്ച് ദിവസത്തിന് ശേഷം കണ്ടതുകൊണ്ട് തന്നെ ഭയങ്കര എന്തോ പോലെ തോന്നി. നല്ല രസമായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് നേരെ പെയ്തുള്ളൂ, അത് കഴിഞ്ഞിട്ട് മഴ തീർന്നു കേട്ടോ. പിന്നെ ഞാൻ എന്തായാലും ഇവിടെ തുടച്ചില്ലേ, ബാക്കിയും കൂടി അങ്ങ് തുടയ്ക്കാമെന്ന് വിചാരിച്ച് ബാക്കി ഭാഗവും കൂടി ഒന്ന് തുടച്ചെടുക്കുകയാണേ. ആ ഡോറിൻ്റെ ഏരിയാസൊക്കെ അവിടെ എല്ലാം നല്ല പൊടിയുണ്ട്, കാണുന്ന പോലെയല്ല, നല്ല പൊടിയുണ്ട് കേട്ടോ. ജനലിൻ്റെ ഭാഗം എല്ലാം നല്ല പൊടിയായിരിക്കും. അപ്പോൾ അവിടെയൊക്കെ തുടച്ചെടുത്ത് ഇനി എനിക്ക് നല്ല ജോലിയുണ്ട്. ഒരു മേല് കഴുകണം, വിളക്ക് കത്തിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങളെ പണിയൊക്കെ എന്തായി? നിങ്ങൾ ജോലി കഴിഞ്ഞിട്ട് റിലാക്സ് ചെയ്തിരിക്കുന്ന സമയമാണ്. ഞാനിത് വൈകുന്നേരമാണ് കേട്ടോ. അപ്പം ആ സമയത്ത് എനിക്ക് കുറച്ച് നേരം ഇരിക്കാൻ, വെറുതെ ഒന്ന് റെസ്റ്റ് എടുക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള സമയമാണ്. പക്ഷേ ഇന്ന് ഞാൻ വിചാരിച്ചു എന്തായാലും ആ സമയത്ത് നമുക്കൊന്ന് ക്ലീൻ ചെയ്യാമെന്ന്. നിങ്ങളൊക്കെ ചായ കുടിച്ചിട്ട് റിലാക്സ് ചെയ്തിരിക്കുകയാണോ അതോ ഇനി പണി തന്നെയാണോ? അലമാരയുടെ മേളിലൊക്കെ ഞാൻ എന്തെങ്കിലും സാധനം മോനും എടുക്കുമെന്ന് പറഞ്ഞ് എടുത്ത് വെക്കുകയാണ്. പിന്നീട് അത് എനിക്ക് തന്നെ ഒരു പണിയാവും, പാരയായി മാറുവേ. കാരണം അവിടെ നിറച്ച് പൊടിയാവും, അല്ലെങ്കിൽ പൊടിയാവും. മറ്റേ നമുക്ക് എളുപ്പമുണ്ടല്ലോ തുടയ്ക്കാൻ വേണ്ടിയിട്ട്. ഇത് കുറച്ച് പാടാവും കേട്ടോ. പിന്നെ അവിടെയൊക്കെ അവിടെയൊക്കെ നല്ല പൊടിയുണ്ട്. ഞാൻ ഇടയ്ക്ക് തുടച്ചതാണ്, എന്നിട്ട് നല്ല പൊടിയുണ്ട്. പിന്നെ അവിടെയൊക്കെ നന്ന് ക്ലീൻ ചെയ്ത് അങ്ങനെ ഞാൻ പിന്നെ റൂമിലുള്ള നമ്മുടെ കമ്പ്യൂട്ടർ ടേബിളും എല്ലാം എടുത്ത് വെളിയിലോട്ട് വയ്ക്കാമെന്ന് വെച്ചാൽ അതിൻ്റെ പുറത്ത് ഞാൻ കുറച്ച് സാധനങ്ങൾ ഇവിടെ ഒതുക്കിയപ്പോൾ എടുത്ത് വച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ നമ്മുടെ ഡ്രസ്സ് ഇടുന്ന ഒരു സ്റ്റാൻഡുണ്ട്, അതും വെളിയിലോട്ട് വച്ചു. അതിൻ്റെ പോണ്ട പൊന്നെ, എൻ്റെ വന്നേ, അവിടെ പൊടിയുണ്ട് പൊന്ന. അത് ഞാൻ മുട്ട അപ്പോഴത്തേക്ക് റെഡിയായി. അപ്പം ഞാൻ വെച്ചൊരു മുട്ട കഴിച്ചിട്ട് ഇനി നിൽക്കാമെന്ന്. മോനുവിനും നന്ദൂട്ടിക്കും വിളിച്ച് നമ്മുടെ ഉപ്പാട് പതപ്പാട് വരും, എന്നാലും അവർ വരില്ല. ഇനി കുറച്ച് നേരം മോനുവിന് ഞാൻ വായിൽ വെച്ച് കൊടുക്കും, നന്ദുവിൻ്റെ അടുത്ത് കൊടുക്കാൻ വേണ്ടി വിളിക്കണം. ഇന്നലെ പാവം കേട്ടോ, മോനു ഒട്ടും വയ്യായിരുന്നു, അവൻ എണീറ്റതേ ഇല്ല. ഞാൻ അതുകൊണ്ട് വെള്ളം മാത്രം കൊടുക്കാമെന്ന് വിചാരിച്ചു, മഞ്ഞ കൊടുക്കണില്ല. നല്ല ജലദോഷവും ചുമയൊക്കെ ഉണ്ട്, പനിയുണ്ടായിരുന്നില്ല. അപ്പം വെള്ളം മാത്രം കൊടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ. പിന്നെ ഞാൻ അലമാരയുടെ അടിയിലും സൈഡിലും എല്ലാം തൂത്തു കേട്ടോ. ഇനി അവിടെയൊക്കെ ഒന്ന് തുടയ്ക്കണം. കുഞ്ഞുങ്ങൾക്ക് വയ്യാതാകുമ്പോൾ നമുക്ക് ഭയങ്കര എന്തോ പോലെ തോന്നില്ല. കാരണം ഇത്രയും നേരം ആക്റ്റീവായിട്ട് നിന്ന ആൾക്കാർ പെട്ടെന്ന് വയ്യാതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഭയങ്കര സങ്കടം തോന്നുമല്ലേ. അവൻ കുറച്ച് നേരം പനിയായിട്ടും കുറച്ച് നേരം പറഞ്ഞു കേട്ടോ, ഈ തുടച്ചു കൊടുത്തപ്പോഴൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായി. കാരണം നമ്മൾ ചൂടുവെള്ളം
തണുത്തത് ചെറു ചൂടോളം വെള്ളമാണ് നമ്മൾ കുറുക്കിനൊക്കെ തുടച്ചു കൊടുത്തത് കേട്ടോ. അപ്പം അതാവുമ്പം കുഞ്ഞുങ്ങൾക്ക് നല്ലതായിരിക്കും. അങ്ങനെ വേണം തുടയ്ക്കാൻ വേണ്ടിയിട്ട്. ഞങ്ങളൊക്കെ തുടച്ചെടുത്ത് അങ്ങനെയാണ് ഒരുവിധം പനി കുറഞ്ഞത് കേട്ടോ. ഇനി എനിക്ക് നമ്മുടെ ഈ വിളക്കിൻ്റെ ഏരിയയില്ലേ അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. ഇവിടെയൊക്കെ നല്ല പൊടിയായിട്ടുണ്ട് കേട്ടോ. എങ്ങനെയാണ് ഇത്രയും പൊടിയാവണമെന്ന് എനിക്കറിയില്ല. ഞാൻ ഇവിടെയും തുടച്ചു വെച്ചാണ്. ഇവിടെ നോക്കിയപ്പോൾ ഇവിടെയും നല്ല പൊടിയായി. ഞാൻ ഇടയ്ക്കിടയ്ക്ക് തുടയ്ക്കണമെന്ന് വിചാരിച്ച കേട്ടോ. പിന്നെ ഇന്നങ്ങ് കൈയോടനെ അങ്ങ് തുടയ്ക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഈ കോട്ടൺ ക്ലോത്തില്ലേ നമ്മുടെ വേസ്റ്റ് കിട്ടുന്ന അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് അങ്ങനെയാണ് തുടയ്ക്കണതേ. ഗുഡ് ബോയ്. ക്ലീനിങ് ആണല്ലേ നമ്മുടെ ക്ലീനിങ് ഡേ. എല്ലാം അലമ്പായിട്ടിരിക്കും. അല്ല തട്ടരുത്. ഞാൻ തുടയ്ക്കുമ്പോൾ അവനും തുടയ്ക്കണമെന്ന് പറയും കേട്ടോ. ഞാൻ വിചാരിക്കും എപ്പോഴും ഇങ്ങനെ ഈ തുടയ്ക്കണം, തറയൊക്കെ തുടയ്ക്കുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് വരും കേട്ടോ, വെള്ളത്തിൽ മുക്കിയിട്ട് തുടയ്ക്കാനൊക്കെ. ഇത് വലുതാകുമ്പോഴും ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നേനെന്ന്. ചില കുട്ടികൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും, ചെറുതിൽ വലുതാകുമ്പോൾ ഒരു പണിയും ചെയ്യത്തില്ല. ഇപ്പോൾ എല്ലാവരും പറയണത് പൊതുവെ നമ്മുടെ പെൺകുട്ടിയായാലും ആൺകുട്ടിയായാലും രണ്ടുപേരെയും നമ്മളെല്ലാ ജോലിയും ചെയ്ത് പഠിപ്പിക്കണം എന്നാണ്. ഞാൻ നന്ദുകുട്ടിയെ കൊണ്ട് ചിലപ്പം ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്യും കേട്ടോ. ഭയങ്കര മടിയാണ് ആൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നാലും ഞാൻ പറയും ചെയ്യാൻ വേണ്ടിയിട്ട്. മൂന്നിൻ്റെ അടുത്ത് ഡ്രസ്സൊക്കെ അവയിട്ട് ഡ്രസ്സെല്ലാം തിരിച്ച് ബക്കറ്റിൽ കൊണ്ടിടണം എന്നൊക്കെ പറയും കേട്ടോ. ചിലപ്പം ചെയ്യും, ചിലപ്പം കുഞ്ഞുങ്ങളല്ലേ അവരങ്ങ് മടിക്കും. എന്നാലും നമ്മൾ പറയും കേട്ടോ, ഞാൻ അടിപൊളി സൂപ്പർ എന്നൊക്കെ പറയും. ഇനി ഞാൻ എന്തായാലും ഒരു പാക്ക് ഇടാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇതിൽ ഞാൻ കുറച്ച് കടലമാവാണ് കടലമാവും കുറച്ച് മഞ്ഞൾപ്പൊടിയും അങ്ങനെ എടുത്തിരിക്കുന്നത്, കുറച്ച് പാലും കൂടി. ഇത് നമ്മുടെ ടാനൊക്കെ റിമൂവ് ചെയ്യാൻ അടിപൊളിയാണ്. ഈ കടലമാവല്ല കേട്ടോ, ഗോതമ്പ് പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കടലമാവ് ഇല്ലായിരുന്നു എൻ്റെ കയ്യിൽ. അപ്പോൾ പിന്നെ മഞ്ഞൾപ്പൊടിയും കസ്തൂരി മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് പാലും കൂടി. നിങ്ങൾക്ക് ഓയിലി സ്കിന്നാണെങ്കിൽ പാലെടുക്കുന്നതിന് കുഴപ്പമില്ലെന്ന്, ഡ്രൈ സ്കിന്നാണെങ്കിൽ തൈര് എടുക്കാം. പിന്നെ അത് നമ്മൾ ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്യണം, നല്ലതായിരിക്കും കേട്ടോ. ഏത് പാക്കാണെങ്കിലും സെൻസിറ്റീവ് സ്കിന്നാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഒരു പാച്ച് ടെസ്റ്റ് ചെയ്യണം. നമ്മുടെ കഴുത്തിൻ്റെ ചെവിയുടെ താഴെയായിട്ടോ കൈയുടെ അവിടെ ആയിട്ടോ ഒക്കെ ഒന്ന് ഇട്ട് നോക്കിയിട്ട് നമുക്ക് പതുക്കെ സ്കിൻ ഇറിറ്റേഷൻസോ ചൊറിച്ചിലോ അങ്ങനെ ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ഇടാവുന്ന. അപ്പോൾ ഞാൻ ഫേസൊക്കെ ഒന്ന് വാഷ് ചെയ്തിട്ട് വന്നേ കേട്ടോ. ഇനി ഒത്തിരി ജോലിയുണ്ട്. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെയ്ക്കും എല്ലാവർക്കും ടാറ്റ ബൈ ബൈ, സീ യു. ലാസ്റ്റ് വരെ കണ്ട എല്ലാവർക്കും വളരെ താങ്ക്സ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെയ്ക്കും ബൈ.